ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പെസഹ അപ്പത്തിൻ്റെയും അതിൻ്റെ കൂടെ കഴിക്കുന്ന പാലിൻ്റെയും റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. പെസഹ അപ്പം ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ചെയ്യാറ്. നമ്മുടെയൊക്കെ സൈഡിൽ ചെയ്യണ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് ഉഴുന്നും ഒരു 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചരി കുതിർക്കുന്നതിന് പകരമായിട്ട് അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അരിപ്പൊടി, പച്ച അരിപ്പൊടിയോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു അപ്പത്തിൻ്റെ മാവ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് അരി അരയ്ക്കുമ്പോൾ ഏകദേശം ഒരു അരക്കപ്പിനടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ആ ജാറിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കും അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം അരിമാവിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഈ സെയിം ജാറിലേക്ക് 1 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്, ചിരകി എടുത്തിട്ടുള്ള നാളികേരം. അതിൻ്റെ കൂടെ ഒരു 3 ചെറിയ ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട്, നല്ല ജീരകം ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകമൊന്നും ഒരുപാട് കൂടുതൽ വേണ്ട, അതിൻ്റെ ചെറുതായിട്ടൊരു ഫ്ലേവർ വന്നാൽ മതി. ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരയ്ക്കാൻ. അതിനുശേഷം ഈ ഒരു മിക്സും നമുക്ക് അരിമാവിൻ്റെയും ഉഴുന്നിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ചേർക്കുമ്പോൾ. കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാനായിട്ടൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു അപ്പം പാലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത്. ഇത് പാലൊന്നും ഇല്ലാതെ അങ്ങനെ വെറുതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ഇതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മാവ് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. പെസഹ അപ്പം എന്ന് പറയുമ്പോൾ പുളിക്കാത്ത അപ്പം എന്നാണ് പറയുക. അപ്പോൾ ഈ മാവ് ഇനി പുളിക്കാനായിട്ടൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് തടവിയതിന് ശേഷം മാവ് അതിലൊഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മാവ് കൊണ്ട് നമുക്കൊരു 2 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെസഹ ദിവസമൊക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആചാരപ്രകാരം തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മളെടുക്കുന്ന പ്ലേറ്റിൻ്റെ വട്ടത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വേവിന് വ്യത്യാസം ഉണ്ടാവും. അത് കുറച്ച് പരന്നിട്ടുള്ള പ്ലേറ്റ് ആയതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം അത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ അടിഭാഗമൊക്കെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്കും ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 200 ഗ്രാം ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിന് വേണ്ടി എടുക്കാൻ. ഇനി പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളികേരപ്പാൽ വേണം. അപ്പോൾ 2 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാൽ എന്ന് പറയുമ്പോൾ 2-ാം പാലും 3-ാം പാലും ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് അങ്ങനെ കട്ടിയായിട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം അങ്ങനെ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ 2-ാം പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കട്ടകളില്ലാത്ത രീതിയിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ബാക്കി വരുന്ന പാൽ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് അതിലേക്ക് ചേർക്കേണ്ടത്. അത് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് എടുക്കുക. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും, എന്നാൽ ശരിക്കും അങ്ങോട്ട് വേവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി അരിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ ഒരു 3-4 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് അരിപ്പൊടി നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ പാലും റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ പതുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും പ്ലേറ്റിൽ നിന്ന് അത് വിട്ട് വരും. ഈ അപ്പം നമ്മളിനി കഴിക്കുമ്പോൾ പാലിൽ മുക്കിയിട്ടാണ് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം തന്നെ ചെറുതായിട്ട് ആ ഒരു ഉഴുന്നിൻ്റെ ടേസ്റ്റും അതുപോലെ വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ പാലും അതെ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കത് സ്പൂൺ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കാനും അതെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്